ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം ചിന്താ വിഷയമാക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രതിഫലം. ഒരു കാര്യം ചെയ്താൽ പ്രതിഫലമുണ്ടാകണം, ജോലി ചെയ്താൽ ശമ്പളം കിട്ടണം, ബിസിനസ് നടത്തിയാൽ ലാഭമുണ്ടാകണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നഴ്സറി പഠിക്കുന്ന കുട്ടി പോലും പരീക്ഷ എഴുതിയാൽ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണ്. നമ്മൾ അതിനേക്കാൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് വൻ പ്രതിഫലം, ബിഗ് ഗെയിൻ. അതിന് എന്താ മാർഗമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏക മാർഗം, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ എടുക്കേണ്ടതുപോലെ എടുക്കുക എന്നതാണ്. ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു 6 വചനങ്ങൾ, അതുപോലെ തന്നെ 6 വിശുദ്ധരുടെ ജീവിതം, സാരഥികൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സാരഥികൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു 6 വിശുദ്ധരെ നമുക്ക് പരിചയപ്പെട്ടിരിക്കാം. നോർമലി സാധാരണഗതിയിൽ എല്ലാവരുടെ ഇഷ്ടം എളുപ്പ ജീവിതം, അനുകൂല സാഹചര്യങ്ങൾ. മിക്കവാറും പേരൊക്കെ പ്രാർത്ഥിക്കാറുള്ളത് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എന്തെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുക, അനുകൂല സാഹചര്യങ്ങൾ വരിക. രോഗമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ രോഗം മാറി സൗഖ്യം കിട്ടുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുക. ഇതാണ് സാധാരണക്കാരുടെ ഒരു കാഴ്ചപ്പാട്, ആഗ്രഹം. പക്ഷെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതികൂലങ്ങളാണ് വലിയ നേട്ടത്തിലേക്ക് നമ്മളെ നയിക്കുക. ഇത് മനസ്സിലാക്കാൻ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടേണ്ടതില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മസിൽ ബിൽഡപ്പ് ചെയ്യുക, ശരീരം ഉറച്ച ഒരു ശരീരമാവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് ഈ എളുപ്പമുള്ള ഒരു കാര്യമുണ്ട്, ഒഴുകുന്ന വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക. ഒഴുക്ക് കൊണ്ടുപോളും. നമ്മളവിടെ കൈയിട്ടടിക്കേണ്ട, കാലിട്ടടിക്കേണ്ട, വലിയ എഫർട്ട് എടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഒഴുക്ക് നമ്മളെ ഒഴുക്കിക്കൊണ്ടുപോകും. എളുപ്പമാണ് അങ്ങനെ ഒഴുകിപ്പോകാൻ. പക്ഷേ അതിലൂടെ ആരുടെയെങ്കിലും ശരീരം ഉറയ്ക്കുകയോ അതൊരു വ്യായാമമായിട്ട് അവർ മാറുകയോ ചെയ്യുമോ? സ്വിമ്മിങ് വളരെ നല്ല ഒരു എക്സസൈസാണ്, സ്വിമ്മിങ്, നീന്തുന്നത്. പക്ഷേ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ഒഴുക്ക് കൊണ്ടുപോയതിൻ്റെ പേരിൽ ആർക്കും അതൊരു വ്യായാമമായിട്ട് മാറത്തില്ല. വ്യായാമമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒഴുക്കിനെതിരെ നീന്തണം. ഇങ്ങോട്ട് ഒഴുകുമ്പോൾ അങ്ങോട്ട് നീന്തുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അല്പസമയം പോലും നമ്മുടെ എഫർട്ട് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു പ്രയത്നം അത് തുടർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അത് വ്യായാമമായിട്ട് മാറുന്നു. ഇവിടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയ നേട്ടമുണ്ടാകാൻ ഏക മാർഗം എന്ന് പറയുന്നത് പ്രതികൂലങ്ങൾ അത് ഫേസ് ചെയ്യേണ്ട പോലെ, നേരിടേണ്ടതുപോലെ നേരിടാൻ തയ്യാറാവുക. എളുപ്പ ജീവിതം നോക്കാതിരിക്കുക. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, അതിലേക്ക് വരാനും അത് ജീവിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ അവിടെ നമുക്ക് വലിയ നേട്ടമുണ്ടാകും, വലിയ മഹത്വമുണ്ടാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ നമ്മളെല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്, നോ പെയിൻ നോ ഗെയിൻ. വേദന എടുക്കാതെ, കഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ നേട്ടം വരത്തില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില വചനഭാഗങ്ങൾ നമുക്കെടുക്കാം. 2 തീമോത്തി 4-ാം അധ്യായം 16 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്ലേശങ്ങൾ താൽക്കാലികമാണ്. പക്ഷേ താൽക്കാലികമായ ആ ക്ലേശങ്ങൾ എടുക്കേണ്ടതുപോലെ എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് അനുപമമായ മഹത്വം. അതൊരു വലിയ നേട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അനുപമമായ മഹത്വം. നമ്മൾ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ സഹിക്കാൻ തയ്യാറാകണം. ഇനി അങ്ങനെ അവനോടൊത്ത് സഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് വലിയ മഹത്വം. നിങ്ങൾ അവനോട് കൂടെ വാഴും. 2 തീമോത്തി 2-ാം അധ്യായം 11-12 വചനങ്ങളുടെ സന്ദേശം അതാണ്. അവനോടുകൂടെ ജീവിച്ച് അവനോടുകൂടെ മരിക്കുന്നവരാണെങ്കിൽ അവനോടുകൂടെ വാഴും. ആ വലിയ മഹത്വം, അനുപമമായ മഹത്വം, അതിന് താൽക്കാലികമായിട്ടുള്ള ആ സഹനം, ക്ലേശം, അത് എടുക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രതികൂലങ്ങളെ നമ്മൾ എടുക്കേണ്ടതുപോലെ എടുക്കണം. 2 തീമോത്തി 4-ാം അധ്യായം 2-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിലോ അവിടെ പറഞ്ഞിരിക്കുകയാണ്, സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നീ സുവിശേഷം പ്രസംഗിക്കണം, നീ സുവിശേഷം ജീവിക്കണം, നീ നിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കണം, നീ ദൈവത്തെ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. അനുകൂല സാഹചര്യത്തിൽ ചെയ്യാൻ എളുപ്പമാണ്, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. പ്രതികൂല സാഹചര്യത്തിലും നമ്മളത് ചെയ്യണം. അതിന് നമ്മൾ ഒരുപാട് വളരണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായി 5:43 മുതൽ വായിക്കുമ്പോൾ, നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അതാർക്കും ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാം. പക്ഷേ നീ വളർന്നാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശത്രുക്കളെയും സ്നേഹിക്കുക, നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 2 കാര്യം ചെയ്യുമ്പോഴാണ് ഒരാൾ ക്രിസ്ത്യാനിയായി മാറുന്നത്. അപ്പോൾ നീ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനും മകളുമായി മാറും. അതിന് ഈ വളർച്ച ആവശ്യമാണ്. പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്കിനി 6 പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഉൽപ്പത്തി 22-ഉം റോമ 4-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വചനങ്ങൾ വായിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ കാര്യം വലിയ പ്രതികൂല സാഹചര്യമായിരുന്നു. അവൻ്റെ ഭാര്യ മൃതപ്രായരായി, എന്നിട്ട് മക്കളില്ലായിരുന്നു. ആ സാഹചര്യത്തിലും പ്രത്യാശ വെടിയാതെ
പ്രത്യാശയിൽ തുടർന്നു. ഫലം എന്തായിരുന്നു? വലിയ ഫലം. 100-ാമത്തെ വയസ്സിൽ അവനൊരു കുഞ്ഞുണ്ടായി, ഇസഹാക്ക്. ഇനി ആ ഒരു പ്രതിഫലം വെച്ച് നോക്കുമ്പോൾ ഈ ത്യാഗം അത് വളരെ താൽക്കാലികമായിരുന്നു, ചെറുതായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വചനം എടുക്കുമ്പോൾ ഈജിപ്തിൽ ദൈവജനം ഞെരുക്കപ്പെട്ടു. അവരെ ഞെരുക്കി ഇല്ലാതാക്കാനുള്ള എല്ലാ പരിശ്രമവും ഈജിപ്തുകാർ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ കാണുകയാണ് റിസൾട്ട് എന്തായിരുന്നു? ഞെരുക്കപ്പെട്ടതനുസരിച്ച് ഇവർ വർദ്ധിച്ച് വളർന്നുകൊണ്ടിരുന്നു. അപ്പോൾ നോക്കിയേ, പ്രതികൂലത്തിൽ വലിയ വളർച്ചയുണ്ടായ ഒരു സംഭവം. പുറപ്പാട് 34-ാം അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം വലിയൊരു പ്രതിസന്ധിയിൽ, മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഈജിപ്ത് സൈന്യം, ഏതായാലും മരണം ഉറപ്പായി. ആ സാഹചര്യത്തിൽ ദൈവത്തോട് അവർ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഫലം എന്തായിരുന്നു? ദൈവം വലിയ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. സാധാരണ കാണാതിരിക്കുന്ന ഒരു കാര്യം, കർത്താവ് ഒരു കാറ്റയച്ചപ്പോൾ അത് വെള്ളം വലിച്ചു നീക്കി ഇവർക്ക് അതിലൂടെ കടന്നു പോകാനുള്ള വഴിയുണ്ടായി. പ്രതികൂലത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടത് നമുക്കിവിടെ കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. 1 മക്കവായ 2:53. ജോസഫിന് ഒരുപാട് പ്രതികൂലങ്ങളുണ്ടായി, ജയിലിൽ കിടക്കേണ്ടി വന്നു, തെറ്റിദ്ധരിക്കപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായി. അവിടെയും കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ച ഒരു വ്യക്തിയാണ് പഴയ നിയമത്തിലെ ജോസഫ്. എന്തായിരുന്നു അതിന്റെ പ്രതിഫലം? വൻ പ്രതിഫലം. ഈജിപ്തിൽ 2-ാം സ്ഥാനക്കാരനായിട്ട് ദൈവം അവനെ ഉയർത്തി. ഫറവോ രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ജോസഫിന് എന്തുണ്ടായിരുന്നു? പ്രതികൂലത്തിൽ അവൻ ശ്രദ്ധാപൂർവം കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ചു, പ്രതികൂലങ്ങളെ പഴിച്ചില്ല, ദൈവത്തെ പഴിച്ചില്ല, അവനത് എടുക്കേണ്ടതുപോലെ എടുത്തു. മറ്റൊരു കാര്യം, 5-ാമത്തെ നമ്മൾ കാണുന്നുണ്ട്. മത്തായി 1:18 മുതൽ വായിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫിനെ നമ്മൾ കണ്ടു. പുതിയ നിയമത്തിലെ ജോസഫ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കെട്ടാൻ പോണ സ്ത്രീ ഗർഭിണിയായിട്ട് കാണപ്പെട്ടു. വലിയ ഒരു പ്രതികൂലം. ആ ഒരു സാഹചര്യത്തിൽ അവൻ്റെതായ ചിന്തകളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷപ്പെട്ടു. മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞ് അവന് നിർദ്ദേശങ്ങൾ നൽകുന്നത് കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:9. സാവൂൾ അവന് കാഴ്ച നഷ്ടപ്പെട്ടു. 3 ദിവസം ഒന്നും കഴിക്കാതെ ഒന്നും പാനം ചെയ്യാതെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഇരിക്കുന്ന വ്യക്തി നമ്മൾ കാണുന്നു. അവൻ അവിടുന്ന് പുറത്തു വന്നത് എങ്ങനെയാണ്? പൗലോസായിട്ടാണ്. ആ പ്രതികൂലം അവനെ എവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 6 വചനഭാഗങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇനി നമ്മൾ കാണുന്നത് ഒരു 6 വിശുദ്ധരുടെ കാര്യം, സാരഥികൾ എന്ന് പറയാൻ പറ്റുന്ന 6 വിശുദ്ധരുടെ കാര്യം. പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. 1-ാമത്തെ വ്യക്തിയാണ് ഗ്രിഗറി ദ ഇല്ലുമിനേറ്റർ. ടിറിഡേറ്റസ് രാജാവ് ഇദ്ദേഹത്തെ ഒരു വലിയ കിണർ പോലത്തെ കുഴിയിൽ ഇട്ടതാണ്. 14 വർഷക്കാലം പട്ടിണിയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് അവിടെ കഴിഞ്ഞെങ്കിലും പിന്നീട് ഈ രാജാവിനൊരു രോഗം വന്നിട്ട് മറ്റൊരു ചികിത്സയും ഏൽക്കാതെ വന്നപ്പോൾ ആരോ പറഞ്ഞു നമുക്ക് ഗ്രിഗറിയെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാം. അദ്ദേഹത്തെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചു. അദ്ദേഹം അത്ഭുതകരമായിട്ട് സൗഖ്യം പ്രാപിച്ചു. 2-ാമത്തെ വ്യക്തിയാണ് തോമസ് അക്വിനാസ്. അദ്ദേഹത്തെ ബേസ്മെന്റിൽ അടച്ച് ഒരു സ്ത്രീയെ അങ്ങോട്ട് വിട്ടതാണ് അവനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി. ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ പറ്റിയതുകൊണ്ട്, അവളെ അവിടുന്ന് വിരട്ടി ഓടിക്കാൻ പറ്റിയതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് ലൈംഗിക ചിന്തകൾ പോലും വന്നിട്ടില്ല എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, അദ്ദേഹത്തെ കൈകാലുകൾ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് സിംഹക്കുഴിയിലേക്ക് എറിയാൻ കൊണ്ടുപോയതാണ്. പക്ഷെ അവിടെ പ്രാർത്ഥിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി. ഇരുമ്പ് ചങ്ങല പവിഴമാല പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. മറ്റൊരു വ്യക്തിയാണ് വിശുദ്ധ നെപ്പോമുസിൻ, അതല്ലെങ്കിൽ നെബുംസിയ. അദ്ദേഹത്തെ മുൾദാ നദിയിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. ഇനി അദ്ദേഹം അവിടെ വീണ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ബോഡി പൊങ്ങി. അത് കാണാൻ ഓടി വന്നവർക്ക് അവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം കാണാൻ പറ്റി. ആ ബോഡിക്ക് ചുറ്റും തിരിക്കാലുകൾ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണപ്പെട്ടു. അവര് പിന്നീട് ആ സത്യാവസ്ഥ പുറത്തു വരികയും അദ്ദേഹത്തെ മാന്യമായ ഒരു ശവാടക്ക് നൽകി അവർ ആദരിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നുണ്ട് ആർച്ച് ഡീക്കൻ വിൻസെന്റ്. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വലിഞ്ഞു കീറി ശരീരത്തിന്റെ മുറിവുകളിൽ ഉപ്പും മുളകും പുരട്ടിയതാണ്. പിന്നീട് നമ്മൾ കാണുകയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നൊഴുകിയ ആ രക്തം ചുംബിച്ചവർക്കെല്ലാം അത്ഭുത രോഗസൗഖ്യം ഉണ്ടായി. അവസാനത്തെ ആൾ ദാനിയേൽ, നമുക്കറിയാം, സിംഹക്കുഴിയിൽ കിടന്നവനാണ്. 6 ദിവസം 7 സിംഹങ്ങളോടെ കിടന്നിട്ടും ആ സിംഹങ്ങൾ അവനെ ഒന്ന് തൊട്ടുപോലുമില്ല. ഇവിടെയെല്ലാം വലിയ മഹത്വത്തിലേക്ക് ഈ പ്രതികൂലങ്ങളിലൂടെ വന്ന 6 പേരെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഇതുപോലൊരു വിശ്വാസം ഉണ്ടാകുവാൻ ആഗ്രഹിക്കാം. പ്രതികൂലങ്ങളെ എടുക്കേണ്ട പോലെ എടുക്കുവാൻ വേണ്ട ആത്മീയ കരുത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.